സാധാരണ നമ്മൾ മീൻ വറക്കുകയോ ചിക്കൻ വറക്കുകയോ ഒക്കെ ചെയ്യുമ്പം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ടല്ലോ. കുറച്ച് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇതൊക്കെയല്ലേ നമ്മൾ ചേർക്കാറ്. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ. ഇതിൻ്റെ കൂടെ ഞാനൊരു പ്രത്യേക കൂട്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മിക്സ് ഞാൻ സ്വന്തമായി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു മിക്സും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഫ്രൈഡേ അല്ലെങ്കിൽ മീൻ ഫ്രൈഡേ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്കും ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നുന്നില്ലേ? നോൺ വെജ് പാചകം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് മസാല മിക്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ മീൻ വറക്കുകയോ ചിക്കനോ ബീഫോ ഒക്കെ ഫ്രൈ ചെയ്യുകയോ കറി വെക്കുകയോ ചെയ്താൽ സാധാരണ മസാല ചേർക്കുന്നതിൻ്റെ കൂടെ ഈ മിക്സ് 1-2 സ്പൂൺ ചേർത്താൽ സംഗതി അടിപൊളിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ അളവുകൾ പറയുമ്പം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഒരു ചെറിയ തേങ്ങ ചിരണ്ടിയത് എന്ന് പറഞ്ഞാൽ 1.5 കപ്പ് തേങ്ങയുണ്ട് ചിരണ്ടി എടുത്തപ്പോൾ. ഈ 1.5 കപ്പ് തേങ്ങയ്ക്ക് വേണ്ടിയുള്ള അളവുകളാണ് ബാക്കിയെല്ലാം. ഇതിനകത്ത് 2 കപ്പ് തേങ്ങ എടുത്തിട്ട് ഈ അളവിൽ ബാക്കി മസാല എടുത്താൽ ശരിയായില്ല. അപ്പം ഇത് 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒരു ചെറിയ ബേ ലീഫ്, അതുപോലെ തക്കോലത്തിൻ്റെ 2 അല്ലി മാത്രം, 4 ഗ്രാമ്പു, 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, ഇതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലി, കുറച്ച് കറിവേപ്പില, 5 എരിവുള്ള വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 6 അല്ലി ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കുന്നില്ല. കാരണം നമ്മൾ കറിക്കകത്ത് മിക്കവാറും ഉപ്പ് ചേർക്കുമായിരിക്കുമല്ലോ. അന്നേരം ഇതിൻ്റെ ഉപ്പും കൂടെ ആകുമ്പം ചിലപ്പോൾ ഉപ്പും കൂടിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായി ഞുറുക്കി വെച്ചിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ ഞെടുപ്പും കളഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയൊന്ന് ചൂടാകണം. തീ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ്. തേങ്ങയൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മല്ലി ചേർക്കാം. അതുപോലെ മസാലകളെല്ലാം പെരിഞ്ജീരകം, കുരുമുളക്, ഗ്രാമ്പു, തക്കോലം, ബേ ലീഫ്, പട്ട, ഏലക്കയുടെ കുരു മാത്രം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി. ഇതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മൂത്തും കിട്ടണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ കൂടെ തന്നെ ചേർക്കാം. ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വീണ്ടും നമുക്ക് ചൂട് കൂടുന്നെന്ന് തോന്നുമ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക. എന്നെങ്കിലേ ഇതിൻ്റെ മൂപ്പ് ഒരുപോലെ വരുള്ളൂ. ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫോ ചിക്കനോ മീൻ വറക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ചിക്കൻ വറക്കാറൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെ നമ്മൾ സാധാരണ മസാല ചേർക്കുന്നത് പോലെ മസാല ചേർക്കണം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഈ മിക്സും കൂടെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കല് ആ കൂടെ ചെയ്ത് വെക്കണം. അത് നമ്മൾ വറക്കുകയോ ചിക്കൻ കറി വെക്കുകയോ എന്ത് ചെയ്താലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മിക്സും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ കറികളുടെയൊക്കെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, ഇത് തീയലിൻ്റെ കൂട്ടല്ല, വറുത്തെടുക്കുന്നത് കൊണ്ട് തീയലിൻ്റെ
ഇന്നും കൂടെ ഇത് ചേർക്കാമെന്ന് വെക്കരുത്. ഇത് മസാലയാണ്, അതായത് ഇറച്ചി മസാലയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതുകൊണ്ട് മീൻ കറിക്കും കൂട്ടരുത്, മീൻ ഫ്രൈ ചെയ്യുന്നതിന് മാത്രമേ ഇതെടുക്കാവുള്ളൂ. മീനോ ഇറച്ചിയോ എന്ത് വറുത്താലും കറി വെച്ചാലും അതിന് 1/2 കിലോയ്ക്കാണ് 2 ടേബിൾ സ്പൂൺ ഈ മിക്സ് ചേർക്കേണ്ടത്. അത് ഓർമ്മയിലുണ്ടാകണം. സമയം കിട്ടുമ്പം വീട്ടമ്മമാർ ഇങ്ങനെയൊന്ന് ചെയ്ത് വെച്ചാൽ ഇത് 3 ആഴ്ച ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമുക്ക് സമയം നേരമില്ലാത്ത നേരത്താണ് നമ്മളിതൊക്കെ ഏതെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അപ്പോൾ ഈ മിക്സും കൂടെ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ള വിചാരത്തിൽ നമുക്ക് ഇതെടുത്ത് പുറത്ത് വെച്ച് നല്ലൊരു ചിക്കൻ വറുത്തതോ മീൻ വറുത്തതോ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഈ കൂട്ടിൻ്റെ മൂപ്പ് ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിളക്കണം. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കെട്ടണം. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് പാകമായി തീ ഓഫ് ചെയ്യാം. ഈ പാത്രത്തിൽ വെക്കുവാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, അതായത് വെള്ളം ഒത്തിരി നമ്മൾ ചാറ് പോലെ ആകരുത്. ഞാൻ ഇതിൻ്റെ അകത്തൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അരച്ച് നോക്കട്ടെ. ഇപ്പം 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ആയില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ല. ഇതുപോലെ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് അരച്ച് വെക്കേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇത് ഫ്രീസറിൽ 3 ആഴ്ച വരെ സൂക്ഷിച്ചു വെക്കാം. ഇതുപോലെ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സ് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നോൺ വെജ് കറി വെക്കുകയോ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.